വ്യൂഹത്തിനുള്ളിലേക്ക് അർജുനൻ പ്രവേശിച്ചതിനു ശേഷം ഗാന്ധീപത്തിന്റെ ജ്ഞാനൊലി കേൾക്കാൻ കഴിയാത്തതിനെ തുടർന്ന് അർജുനന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാനായിട്ട് യുധിഷ്ഠിരൻ സാത്വികിയെ ഉള്ളിലോട്ട് വിട്ടതുവരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. മഹാഭാരത കഥകളിൽ അധികം നമ്മൾ കേട്ടുവരാത്ത ഒരു യോദ്ധാവാണ് സാത്വികി. ആ സാത്വികിയുടെ അതിഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു ദിവസവും കൂടെയാണ് 14-ാം ദിവസം. അങ്ങനെയുള്ള പോരാട്ടങ്ങളുടെ ഒരു തുടക്കമായിരുന്നു ഈ വ്യൂഹത്തിനുള്ളിലേക്ക് സാത്വികി കയറിയത്. എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് 14-ാം ദിവസം പിന്നെ സംഭവിച്ചത്? നമുക്ക് നോക്കാം. കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 24-ാം എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ ബൈഷർ. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. അങ്ങനെ കൗരവരുടെ വ്യൂഹത്തെ ലക്ഷ്യമാക്കി സാത്വികി പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കും ആ വ്യൂഹത്തെ സാത്വികി മൊത്തമായി ഒന്ന് നോക്കി. നല്ല ശക്തമായിട്ടുള്ള ഗജവീരന്മാരുടെ ഒരു വലിയ സേന സാത്വികി ഇവിടെ കാണുന്നുണ്ട്. യുദ്ധഭൂമിയിൽ ഒരു കറുത്ത ഭാഗം കണക്ക് സാത്വികിക്ക് കാണാൻ കഴിഞ്ഞു. അത് കറുത്ത നിറത്തിലുള്ള ഇരുമ്പ് ചട്ടകൾ അണിഞ്ഞിട്ടുള്ള ഹിമാലയത്തിൽ നിന്ന് വന്നിട്ടുള്ള യോദ്ധാക്കളായിരുന്നു. അവിടെ കിരാതന്മാരുടെ സേനയുണ്ടായിരുന്നു. അങ്ങനെ എണ്ണമറ്റ സേനകളെ സാത്വികി കണ്ടു. ആ രഥം അടുത്തേക്ക് എത്തുന്നതിനനുസരിച്ച് സാത്വികി തൻ്റെ രഥത്തിൽ വെച്ചിരുന്ന തൻ്റെ ശക്തമായിട്ടുള്ള വില്ല് ചുഴറ്റി കയ്യിലെടുത്തിട്ട് സംസാരിക്കാനൊന്നും നിന്നില്ല. അവിടെ നിന്നുകൊണ്ട് അസ്ത്രങ്ങൾ എയ്യാൻ തുടങ്ങി. ഒന്നിനു പിന്നാലെ ഒന്നായി അസ്ത്രങ്ങളുടെ ഒരു മഴ അവിടെ ചെയ്തുകൊണ്ട് തൻ്റെ മുന്നിലെ സേനയെ ആക്രമിച്ച് ആ ഒരു വ്യൂഹത്തിലോട്ട്, ആ ഒരു സേനയിലേക്ക് ഇടിച്ചെന്ന് സാത്വികി കയറി. സാത്വികി കയറുന്ന സമയത്ത് പടത്തലക്കിൽ നിർത്തിയിരുന്ന 7 ധനുർധാരികൾ, 7 പ്രസിദ്ധരായിട്ടുള്ള ധനുർധാരികളുടെ തലയെടുത്തുകൊണ്ടാണ് സാത്വികി ആ രഥം ഉള്ളിലേക്ക് കയറിയത്. സാത്വികിയുടെ രഥം കൗരവപ്പടയുടെ ഉള്ളിലോട്ട് കയറുന്ന ആ സമയത്ത് രഥങ്ങളെല്ലാം തവിടുപൊടിയെ ദൂരോട്ട് പോകുന്ന ശബ്ദങ്ങൾ കാണുന്നുണ്ട്. സാത്വികിയുടെ അസ്ത്രപ്രയോഗത്തിൽ, ആ പ്രഹരത്തിൽ മുന്നിലുള്ള പട തകർന്നു എന്ന് തന്നെ പറയണം. ചുറ്റിനും നിന്നിരുന്ന ധൃതരാഷ്ട്രപുത്രന്മാരുടെ സേനകൾ പല ദിശയിലേക്ക് ഓടി ഒളിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളെല്ലാം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു സാത്വികിയെ അവിടെ കാണുന്നു. സാത്വികിയുടെ കണ്ണ് ആ ഒരു ക്രോധത്തിൽ നിൽക്കുകയാണ്. ക്രോധത്തോടു കൂടി എല്ലാവരെയും മർദ്ദിച്ച് സാത്വികി പൊയ്ക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് സാത്വികിക്ക് ചുറ്റും ചട്ടകൾ ഇങ്ങനെ തെറിച്ചു പോകുന്നത് കണ്ടു. മറ്റുള്ള രഥങ്ങളിലെ കുടകൾ തെറിച്ചു പോകുന്നത് കണ്ടു. ആയുധങ്ങൾ പിടിച്ച കൈകൾ വരെ പോകുന്നത് കണ്ടു. അങ്ങനെ ഒരു മയവുമില്ലാതെ സാത്വികിൽ പുല്ലെറുക്കുന്ന ലാഘവത്തോടുകൂടി തൻ്റെ മുന്നിൽ നിൽക്കുന്ന യോദ്ധാക്കളെ വീഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു ആരാണ്? ദ്രോണാചാര്യർ. പോരാട്ടത്തിൽ അത്രത്തോളം വയലൻസാണ് ദ്രോണാചാര്യർ ഇന്നത്തെ ദിവസം കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ദ്രോണാചാര്യർ നേരത്തെ പാണ്ഡവപ്പടയിലുണ്ടായിരുന്ന ശൃഞ്ജയരെയും പാഞ്ചാലരെയും ഒക്കെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. ദ്രോണാചാര്യർ ഇപ്പോൾ സാത്വികിക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ചിലത് സാത്വികിയുടെ ചട്ടയ്ക്കുള്ളിലേക്ക് പോയി. സാത്വികിക്ക് നേരെ ദ്രോണാചാര്യർ അസ്ത്രം അയച്ചപ്പോൾ ഒരു മയവുമില്ലാതെ ദ്രോണാചാര്യർക്ക് നേരെ തിരിച്ചും സാത്വികി അസ്ത്രങ്ങൾ എയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ദ്രോണരയിച്ച അസ്ത്രങ്ങൾ സാത്വികിയുടെ കുതിരകളുടെ ദേഹത്ത് തറച്ചു എന്ന് കണ്ടുടനെ തന്നെ സാത്വികി സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട് 10-16 അസ്ത്രങ്ങൾ ദ്രോണരെ മാത്രം ലക്ഷ്യമാക്കി എയ്തു. എന്നിട്ട് സാത്വികിയുടെ രഥം ദ്രോണര അസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ദ്രോണരുടെ രഥം സാത്വികി അസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് ദ്രോണരുടെ രഥത്തിന് മുന്നിൽ സാത്വികി എത്തിയപ്പോഴത്തേക്കും ദ്രോണർ അസ്ത്രപ്രയോഗം നിർത്തിയിട്ട് ഉറക്കെ വിളിച്ച് ചോദിച്ചു, നീയും നിന്റെ ഗുരുനാഥനെ പോലെ ചെയ്യാൻ പോവുകയാണോ? നിന്റെ ഗുരുനാഥനുണ്ടല്ലോ അർജുനൻ, അവനിവിടെ വന്നിട്ട് ഒരു ഭീരുവിനെ പോലെ ഞാനുമായിട്ടുള്ള പോരാട്ടം വേണ്ടാന്ന് വെച്ച് എന്നെ വലം വെച്ചവൻ പിറക്കോട്ട് പോയി. നീയും അതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിനക്കിന്നത്തെ ദിവസം നിന്റെ ജീവനും കൊണ്ട് ഇവിടുന്ന് പോകാൻ കഴിയത്തില്ല സാത്വികി എന്ന് പറഞ്ഞു. ഉടനെ സാത്വികി തിരിച്ചു കൊടുത്ത മറുപടിയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ അർജുനൻ്റെ ശിഷ്യനാണ്. ഒരു ഗുരു പോയ വഴി തന്നെ ഒരു ശിഷ്യനും പോകണം. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങേക്ക് സ്വസ്തി പറഞ്ഞുകൊണ്ട് അങ്ങയെ വലം വെച്ച് വ്യൂഹത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഞാനും അങ്ങയെ ഒഴിവാക്കിയിട്ട് വ്യൂഹത്തിനുള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഞാൻ അങ്ങയുടെ മുന്നിൽ സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് സാത്വികി ദ്രോണാചാര്യരുടെ രഥത്തിൽ നിന്ന് അർജുനൻ പോയതുപോലെ ഇങ്ങനെ വലം വെച്ച് തിരിഞ്ഞങ്ങ് പോയത് കണ്ടപ്പോഴത്തേക്കും ദ്രോണാചാര്യർ ഒരുമാതിരി, ഷെടാ ഞാൻ ചുമ്മാ ഇവൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ദാ ഇവൻ താ കയറിപ്പോണ എന്നും പറഞ്ഞ് ഇങ്ങനെ നോയിക്കൊണ്ട് നിന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ദ്രോണാചാര്യർ തിരിഞ്ഞ സമയത്ത് ഫ്രണ്ടിൽ നിന്ന് പാണ്ഡവരുടെ ആക്രമണം തുടങ്ങി. ദ്രോണാചാര്യർ അങ്ങോട്ടേക്ക് നോക്കി. ഈ സമയത്ത് സാത്വികി ഈ വ്യൂഹത്തിനുള്ളിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് സാത്വികി തൻ്റെ സാരഥിയോട് പറഞ്ഞു, സാരഥി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ദോ ആ മുന്നിൽ കാണുന്ന സേന ഉണ്ടോ? ആ സേന അവന്തി ദേശത്തെ സൈന്യമാണ്. അവന്തി ദേശത്തിൻ്റെ സൈന്യത്തിന് അടുത്തായി നിൽക്കുന്നത് തെക്ക് ദേശത്തിൽ നിന്ന് വന്നിട്ടുള്ള സൈന്യമാണ്. അതിൻ്റെ അടുത്തായി കാണുന്നത് ബാഹ്ലീകരുടെ സൈന്യമാണ്. ബാഹ്ലീകരുടെ സൈന്യത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന സൈന്യമുണ്ടല്ലോ, തെക്ക് ദേശത്ത് നിന്ന് വന്ന സൈന്യം, ആ സൈന്യം അംഗരാജൻ കർണൻ്റെ സൈന്യമാണ്. അതുകൊണ്ട് തന്നെ നീ എന്നെ ആ സൈന്യത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും.
ബാഹ്ലികരുടെയും കർണൻ്റെയും സൈന്യത്തിനെ ഞാൻ വീഴ്ത്താൻ പോവുകയാണ്. ദോ ആ പഴുത് കണ്ടോ, വ്യൂഹത്തിൻ്റെ ആ പഴുതിൻ്റെ കൂടെ ഇടിച്ചു കയറിക്കോ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. സാത്യകി പറഞ്ഞ ആ വ്യൂഹത്തിൻ്റെ പഴുതിൽ കൂടെ ഈ രഥം ഇടിച്ചങ്ങ് കയറി എന്താ പറയുക, ആ പോയ വഴിയിലോട്ടങ്ങ് പോകാനൊരുങ്ങി. ഈ ഒരു സേന എന്ന് പറയുമ്പോൾ, കർണൻ്റെ സേന എന്ന് പറയുമ്പോൾ കർണൻ അവിടെ വേണമെന്നില്ല കേട്ടോ. കർണൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സേന അങ്ങനെ എടുത്താൽ മതി. കർണൻ അവിടെ അകത്തു നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അർജുനനൊക്കെ ആയിട്ട്. അപ്പോൾ കർണൻ്റെ സേനയ്ക്ക് നേരെ സാത്യകി അസ്ത്രങ്ങൾ ഇങ്ങനെ എയ്ത് കയറ്റുകയാണ്. ഒരു മര്യാദയില്ല. സാത്യകി ചുറ്റിനും നോക്കി ഇങ്ങനെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സാത്യകി ഉള്ളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ദ്രോണാചാര്യർ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്ന ആരാണ്? കൃതവർമാവ്. കൃതവർമാവ് അവിടെ തൻ്റെ രഥത്തിൽ ഇങ്ങനെ വില്ലും പിടിച്ച് തയ്യാറായി നിൽക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലുള്ള സേനയ്ക്കൊരു ഇളക്കം തട്ടുന്നത് പോലെ കൃതവർമാവ് ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ അസ്ത്രങ്ങൾ വരുന്ന ശബ്ദവും ഞാണലിയുടെ ശബ്ദവും കേട്ടു. പെട്ടെന്ന് കൃതവർമാവ് നോക്കി നിൽക്കവേ തൻ്റെ മുന്നിൽ നിന്നിരുന്ന ആ സേനയുടെ വ്യൂഹം ഉണ്ടല്ലോ, ആ വ്യൂഹത്തിലേക്ക് അസ്ത്രങ്ങൾ തുരുതുരായി ഇങ്ങനെ ഏത് കയറി ആ വ്യൂഹങ്ങൾ ഇങ്ങനെ തെറിച്ച് വീണ് അവിടെ ഒരു വഴി അങ്ങ് രൂപപ്പെട്ടു. ആ വഴിയിലൂടെ ഒരു രഥം ഇങ്ങനെ മുന്നോട്ട് വന്നു. ആ രഥം സ്വർണം കൊണ്ടുള്ള രഥമായിരുന്നു. വെള്ള നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ രഥമായിരുന്നു. ആ രഥത്തിൻ്റെ കൊടിയടയാളമെന്ന് പറയുന്നത് സ്വർണ്ണ സടയുള്ള സിംഹമായിരുന്നു. ആ ഒരു രഥത്തിനുള്ളിൽ നിൽക്കുന്നതോ സാക്ഷാൽ സാത്യകി. സാത്യകി ഒരു നിമിഷം പോലും വെറുതെ നിൽക്കുന്നില്ല. സാത്യകി ചുറ്റിനും അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ സാരഥിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. മൃദുവായിട്ടുള്ള വേഗതയിൽ ഇപ്പോൾ, കുതിരയുടെ ആരോഗ്യം നമുക്ക് വേണം, അതുകൊണ്ട് പതുക്കെ പോയാൽ മതി, ഇപ്പം മീഡിയം സ്പീഡിൽ പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാത്യകി എയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് കൃതവർമാവ് വന്ന് സാത്യകിയുടെ മുന്നിൽ രഥം വട്ടം വെച്ച് കയറ്റി അങ്ങ് നിർത്തി. രണ്ടുപേരും യാദവർ. വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് പോലെ രണ്ടുപേരും ഇപ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് പോരാടുകയാണ്. അങ്ങനെ സാത്യകിയും കൃതവർമാവും പതുക്കെ പരസ്പരം നോക്കിയിട്ട് അടുത്ത സെക്കൻഡിൽ അസ്ത്രപ്രയോഗം തുടങ്ങി. സാത്യകി അയക്കുന്ന അസ്ത്രങ്ങളെ കൃതവർമാവും, കൃതവർമാവ് അയക്കുന്ന അസ്ത്രങ്ങളെ സാത്യകിയും നേരിടുന്നു. പരസ്പരം അസ്ത്രങ്ങൾ എയ്തു കയറ്റുന്നു. ഇതിനിടയിൽ കൃതവർമാവ് അയച്ച അസ്ത്രത്തിൻ്റെ നടുക്കൂടെ സാത്യകി ഒരു അസ്ത്രം എയ്തങ്ങ് കയറ്റി തൻ്റെ ശക്തി അവിടെ പ്രകടനം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃതവർമാവ് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. സാത്യകി വന്ന വഴിയിലുള്ള അത്ര യോദ്ധാക്കളെയും വധിച്ചു മുടിച്ചുകൊണ്ടാണ് സാത്യകി കയറി വന്നിരിക്കുന്നത്. കൃതവർമാവിന് അതിലൊരു അത്ഭുതവും ഇല്ല. കാരണം സാത്യകി എന്താണെന്ന് കൃതവർമാവിന് നല്ലതുപോലെ അറിയാം. ഈ രണ്ട് കൂട്ടരും സമയം കളയുന്നില്ല. സാത്യകിയെ പിടിച്ചു നിർത്തുക എന്നൊരൊറ്റ ചിന്ത മാത്രമാണ് സാത്യകിയുടെ മുന്നിൽ വരുന്ന ആളുകൾക്കുള്ളത്, അല്ലെങ്കിൽ വധിക്കുക. സാത്യകിക്ക് എത്രയും പെട്ടെന്ന് ഉള്ളിലോട്ട് പോവുക എന്നൊരൊറ്റ ചിന്തയുള്ളൂ. അതുകൊണ്ട് സാത്യകി കടന്നു കയറിയുള്ള പ്രകടനങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കിയ കൃതവർമാവ് സാത്യകിയുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു അസ്ത്രം നയിച്ചു. ആ അസ്ത്രം സാത്യകിയുടെ കട്ട പിളർന്ന നെഞ്ചിലേക്ക് തറച്ചു. സാത്യകി അത് വലിച്ചൂരി കളഞ്ഞിട്ട് അടുത്ത അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിൽ തൊടുത്ത സമയത്ത് ഒരസ്ത്രം വന്ന വില്ലു അങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് കൃതവർമാവ് അടുത്ത അസ്ത്രം തൊടുക്കാൻ തയ്യാറായി നിന്ന സമയത്ത് സാത്യകി ആ അസ്ത്രം വരുന്ന സമയത്ത് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് തൻ്റെ രഥത്തിൻ്റെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നൊരു വേല് പിടിച്ചെടുത്ത് ഒരൊറ്റ ഏർ കൃതവർമാവിൻ്റെ നേരെ. സാത്യകിയുടെ കയ്യിൽ നിന്ന് ആ വേല് പാഞ്ഞു വന്ന് കൃതവർമാവിൻ്റെ വലത്തെ കയ്യിൽ തറച്ചു. ഈ ഒരു ഗ്യാപ്പിൽ സാത്യകി അടുത്ത വില്ലെടുത്തിട്ട് കൃതവർമാവിന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഈ അസ്ത്രങ്ങൾ നേരെ പോയത് കൃതവർമാവിൻ്റെ കുതിരകളുടെ ദേഹത്തും സാരഥിയുടെ ദേഹത്തുമായിരുന്നു. അതിൽ കുറേ അസ്ത്രങ്ങൾ കൃതവർമാവിനെ ലക്ഷ്യമാക്കി വരികയായിരുന്നു. ആ അസ്ത്രങ്ങളെ കൃതവർമാവ് നേരിട്ട് കൊണ്ടിരുന്ന സമയത്ത് സാത്യകിയുടെ വില്ലിൽ നിന്ന് വന്ന് കുറേ അസ്ത്രങ്ങൾ കൃതവർമാവിനെ ലക്ഷ്യം വെച്ച് വന്ന അസ്ത്രങ്ങളായിരുന്നു. ആ അസ്ത്രങ്ങളെ കൃതവർമാവ് നേരിട്ട് കൊണ്ടിരുന്ന ആ സമയത്ത് സാത്യകിയുടെ വില്ലിൽ നിന്ന് വന്ന ഒരസ്ത്രം കൃതവർമാവിൻ്റെ സാരഥിയുടെ തല തെറിപ്പിച്ച് കളയുന്നത് കൃതവർമാവ് കാണുകയാണ്. അടുത്ത നിമിഷം സാത്യകിയുടെ ഞാണുലിയിലും അസ്ത്രപ്രയോഗത്തിലും ഭയപ്പെട്ട് കുതിരകൾ ലക്ഷ്യം തെറ്റി സാത്യകിയുടെ അല്ല കൃതവർമാവിൻ്റെ രഥവും ഉണ്ടെന്ന് പോയി. എന്നാൽ ഭയപ്പെടാതെ കൃതവർമാവ് പെട്ടെന്ന് ഒറ്റയ്ക്ക് ആ രഥം നിയന്ത്രിക്കാൻ തുടങ്ങി. ഒരു കയ്യിൽ വില്ലും മറ്റൊരു കയ്യിൽ ഈ ഒരു രഥത്തിൻ്റെ ഞാണും പിടിച്ച് ആ രഥം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് ഗംഭീരനായിട്ടൊരു യോദ്ധാവാണെന്ന് ആലോചിക്കണം. ഒരു കയ്യിൽ വില്ലും പിടിച്ച് മറ്റൊരു കൈ കൊണ്ട് തൻ്റെ രഥവും സ്വയം തെളിച്ചുകൊണ്ട് കൃതവർമാവ് ഇങ്ങനെ നിന്നു. ഈ സമയത്ത് കൃതവർമാവ് തൻ്റെ രഥം ഇങ്ങനെ പിടിച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സാത്യകി അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുന്നത് കൃതവർമാവ് കണ്ടു. വില്ലുമായി കൃതവർമാവ് രഥം തിരിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കും ആ സമയം കൊണ്ട് സാത്യകിയുടെ രഥം വ്യൂഹം പിളർന്ന് ഉള്ളിലോട്ട് പോയി. ഈ സമയത്ത് വ്യൂഹത്തിലേക്ക് മറ്റൊരു രഥം കയറി വരുന്നത് കൃതവർമാവ് ശ്രദ്ധിച്ചു. ഇതാരാണ് എന്തോ എന്നും പറഞ്ഞ് കൃതവർമാവ് നോക്കിയപ്പോൾ അത് ദ്രോണരായിരുന്നു. ദ്രോണർ അടുത്തേക്ക് എത്തിയിട്ട് പെട്ടെന്ന് കൃതവർമാവിനോട് പറഞ്ഞു, കൃതവർമാവെ പടത്തലയ്ക്കിൽ പോയി നിന്നോ, അവിടെ ചിതറിയ സൈന്യത്തിനെല്ലാം ഞാൻ തിരിച്ച് വ്യൂഹത്തിൽ നിർത്തിയിട്ടുണ്ട്, നീ പോയി വ്യൂഹം കാക്ക്, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ കൃതവർമാവിൻ്റെ രഥത്തിലേക്ക് മറ്റൊരു സാരഥി കയറി ആ രഥവുമായി ഇവർ പടത്തലക്കിലോട്ട് പോയി കൃതവർമാവ്. എന്നിട്ട് ദ്രോണര് സാത്യകിയെ ലക്ഷ്യമാക്കി സാത്യകി പോയ വഴിയിലോട്ട് പോവുകയാണ്.
കൃതവർമാവ് പടയുടെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടല്ലോ. പടയുടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് കൃതവർമാവിൻ്റെ ഒരു ഗംഭീര പ്രകടനമുണ്ട് കേട്ടോ. അതായത് അവിടെ വരുന്ന പാണ്ഡവപ്പടയെ കൃതവർമാവ് അവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സൈന്യത്തിനെ വെച്ച് നേരിടുന്നുണ്ട്. ശിഖണ്ഡി ഇവരെല്ലാവരും ഒരുമിച്ച്, ദൃഷ്ടദ്യുമ്നൻ ഇവരെല്ലാവരും ഒരുമിച്ച് കൃതവർമാവിനെ ആക്രമിക്കുന്നുണ്ട്. ഒരു അട്ടഹാസത്തോടുകൂടി കൃതവർമാവ് ഇവരെയൊക്കെ തിരിച്ച് പ്രഹരിക്കുന്നുണ്ട്. അതുപോലെ ശിഖണ്ഡിയുമായിട്ടും നല്ലതുപോലെ കൃതവർമാവ് പോരാടിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ പക്ഷത്തു നിന്ന് കൃതവർമാവിനെ ശരിക്കും അവിടെ മുറിവേൽപ്പിച്ചു എന്ന് പറയുന്നത് ഭീമൻ മാത്രമാണ്. അല്ലാതെ മറ്റാർക്കും ഒരു പരിധിക്കപ്പുറം കൃതവർമാവിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഫ്രണ്ടിൽ നിന്ന് ആ പടത്തലക്കിൽ നിന്ന് അവിടെ വന്ന പാണ്ഡവ സേനയുമായിട്ടുള്ള കൃതവർമാവിൻ്റെ ആ ഒരു പോരാട്ടം ഉണ്ടല്ലോ, ആ പോരാട്ടത്തിൽ കൃതവർമാവ് പാണ്ഡവ സേനയെ പരാജയപ്പെടുത്തി അവിടെ നിന്ന് പുറക്കോട്ടയച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ കൃതവർമാവ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയം സാത്വികി ഉള്ളിലോട്ട് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ. സാത്വികി ഉള്ളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാത്വികി പെട്ടെന്ന് കൗരവരുടെ ആരവങ്ങളും കേൾക്കുന്നു, പാണ്ഡവരുടെ ശബ്ദവും കേൾക്കുന്നില്ല. സാത്വികി പെട്ടെന്ന് എന്തോ എന്നും പറഞ്ഞ് രഥം തിരിച്ചു. അങ്ങനെ കൃതവർമാവ് അവിടെ നിന്ന് പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് കൃതവർമാവിൻ്റെ രഥത്തിലേക്ക് ഒരു അസ്ത്രം വന്ന് തറച്ചങ്ങ് കയറി. കൃതവർമാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉള്ളിലോട്ട് പോയ സാത്വികി തിരിച്ചിറങ്ങി വന്നേക്കുകയാണ് കൃതവർമാവിനെ ആക്രമിക്കാനായിട്ട്. കാരണം അവിടെ എന്താ പറയുക, പാണ്ഡവർക്ക് കൃതവർമാവ് നല്ല പണി കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സാത്വികി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരേ സമയത്ത് 2 ദൗത്യങ്ങൾ ഒരുമിച്ച് സാത്വികി ചെയ്തു. ഒന്ന് യുധിഷ്ഠിരൻ പറഞ്ഞതുപോലെ ഉള്ളിലോട്ട് പോയി അവിടെ ചക്രവർത്തി സാമ്രാട്ടിന് ബുദ്ധിമുട്ടുണ്ടാകുന്നെന്ന് മനസ്സിലായ ഉടനെ അർജുനൻ പറഞ്ഞത് കേൾക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ സാത്വികി പുറത്തോട്ടിറങ്ങി വന്നിട്ട് കൃതവർമാവുമായിട്ട് പോരാടാൻ തുടങ്ങി. സാത്വികിക്ക് സമയമില്ല, പെട്ടെന്നുള്ളിലെത്തണം. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇവനെ പോരാടാൻ പറ്റാത്ത രീതിക്ക് ഇവിടെ നിർത്തണം. അതിനു വേണ്ടിയിട്ട് സാത്വികി കൃതവർമാവിൻ്റെ 2 രഥചക്രങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളെ അസ്ത്രമേത് വധിച്ചു. കൃതവർമാവിൻ്റെ രഥത്തിൻ്റെ പിൻഭാഗം കാക്കുന്ന അത്ര രഥങ്ങളെയും സാത്വികി തകർത്തു വിട്ടു. എന്നിട്ട് കൃതവർമാവിൻ്റെ കുതിരകളെയും സാരഥിയെയും സാത്വികി അസ്ത്രമേത് വീഴ്ത്തി. കൃതവർമാവിൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് കൃതവർമാവിൻ്റെ രഥവും സാത്വികി തകർത്തു വിട്ടു. എന്നിട്ട് പെട്ടെന്ന് തന്നെ കൃതവർമാവ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ സംഭവിച്ചേ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ സമയത്ത് സാത്വികി രഥം വട്ടം ചുറ്റിച്ച് തിരിച്ച് വീണ്ടും ആ വ്യൂഹത്തിനുള്ളിലേക്ക് പോയി. ദ്രോണാചാര്യർ മറ്റൊരു വഴി കൂടെ സാത്വികിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. സാത്വികി അത് കാര്യമാക്കുന്നില്ല, മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുന്നു. അങ്ങനെ കൃതവർമാവുമായിട്ട് നേരിട്ടതിന് ശേഷം സാത്വികി വ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. പെട്ടെന്ന് മറ്റൊരു വലിയ സേന ആ വ്യൂഹത്തിനുള്ളിൽ കണ്ടു. ഉടനെ തന്നെ സാത്വികി തൻ്റെ സാരഥിയോട് പറഞ്ഞു, സാരഥി, ആ നിൽക്കുന്ന ഗജങ്ങളുടെ സേനയുണ്ടോ, അത് ദ്രോണരുടെ സേനയാണ്. അതിൻ്റെ കൂടെ ഇന്ന സേനകളുണ്ട്, ത്രികർധരുടെ സേനയുമുണ്ട്. അങ്ങോട്ടേക്ക് തെളിച്ചാലും ഞാൻ ത്രികർധരുടെ സേനയും കൂടെ മുടിച്ചിട്ട് നമുക്ക് അർജുനൻ പോയ വഴിയിൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സാത്വികി തൻ്റെ വില്ലിൽ നിന്ന് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഒരു വ്യൂഹത്തിൻ്റെ യജങ്ങളുടെ വ്യൂഹത്തിൻ്റെ അടുത്തേക്ക് സാത്വികി ഇങ്ങനെ പോയപ്പോൾ ആനപ്പുറത്തിരിക്കുന്ന യോദ്ധാക്കൾ ആ ആനകളെ കൊണ്ട് വഴി ഒരുക്കുന്നത് പോലെ സാത്വികിക്ക് തോന്നി. സാത്വികി ഉള്ളിലായതും ഈ ആനകൾ സാത്വികയെ ചുറ്റിനും വളഞ്ഞു. എന്നിട്ട് വളഞ്ഞ് സാത്വികയെ ആക്രമിക്കാനൊരുങ്ങി. എന്നാൽ സാത്വികി ചുറ്റിനും നോക്കുമ്പോൾ ചിഹ്നം വിളിച്ചുകൊണ്ട് തൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ആനകളെയാണ് കാണുന്നുവെങ്കിൽ അടുത്ത നിമിഷം സാത്വികി അസ്ത്രങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചും തുടങ്ങുന്നു. 360 ഡിഗ്രിയിൽ ചുറ്റി സാത്വികി എണ്ണമറ്റ അസ്ത്രങ്ങൾ അയച്ചിട്ട് ഈ ആനകളെ വിരട്ടി അവിടെ നിന്ന് ഓടിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അത്ര സേനയെയും തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ആനപ്പുറത്തിരുന്ന് പോരാടുന്ന ജലസന്ധൻ എന്ന രാജാവ് ഈ ആനകളെ സാത്വികി വിരട്ടി ഓടിക്കുന്നത് കണ്ടിട്ട് സാത്വികിക്ക് നേരെ തൻ്റെ ആനയെ തെളിച്ചു. ജലസന്ധൻ എന്ന രാജാവ് മഗധദേശത്തിലുള്ള ഒരു രാജാവാണ് കേട്ടോ. അദ്ദേഹം ഒരുപാട് സ്വർണ്ണങ്ങളെല്ലാം ധരിച്ച് സ്വർണ്ണ നിറത്തിലുള്ള വില്ലൊക്കെ പിടിച്ച് ഏകദേശം രംഗണനെ പോലെ ഇങ്ങനെ ആനപ്പുറത്തിരിക്കുകയാണ്. എന്നിട്ട് ജലസന്ധൻ നേരെ വന്ന് സാത്വികിയെ ആക്രമിക്കാനൊരുങ്ങി. അങ്ങനെ സാത്വികിയും ജലസന്ധനും തമ്മിൽ എന്താ പറയുക, ഒരാൾ രഥത്തിൽ ഒരാൾ ആനപ്പുറത്ത്, ഭയങ്കരമായിട്ടുള്ള ഒരു പോരാട്ടം. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ കൊണ്ട് മുറിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് സാത്വികിയുടെ വില്ലിലേക്ക് ജലസന്ധൻ ഒരസ്ത്രം അയച്ചു. ആ അസ്ത്രം സാത്വികിയുടെ വില്ല് മുറിച്ചു. അടുത്ത അസ്ത്രം സാത്വികിയുടെ നെഞ്ചത്തും തറച്ചു. എന്നാൽ ദേഷ്യം വന്ന സാത്വികി അട്ടഹസിച്ചുകൊണ്ട് അടുത്ത വില്ലെടുത്തിട്ട് ജലസന്ധന് നേരെ ഈ അസ്ത്രങ്ങൾ ജലസന്ധൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി ജലസന്ധൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് സാത്വികി ചെവിയോളം ഒരു അസ്ത്രം വലിച്ച് ജലസന്ധന് നേരെ വിട്ടു. ആ അസ്ത്രം ജലസന്ധൻ്റെ നെഞ്ചത്തേക്കും തറച്ചു. ദേഷ്യം വന്ന ജലസന്ധൻ ഉടനെ തന്നെ ഒരു വേലെടുത്തിട്ട് സാത്വികിക്ക് നേരെ വലിച്ചെറിഞ്ഞു. ആ വേല് സാത്വികിയുടെ ഇടത്തെ കയ്യിൽ സാമാന്യം നല്ലൊരു മുറിവുണ്ടാക്കിയിട്ട് ഭൂമിയിൽ പോയി തറച്ചിരുന്നു. ക്രോധത്തോടുകൂടി സാത്വികി 30-ലേറെ അസ്ത്രങ്ങൾ ജലസന്ധന് നേരെ അയച്ചു. ഇപ്രാവശ്യം മുന്നിലേക്ക് വരുന്ന അസ്ത്രങ്ങളെ ജലസന്ധൻ ഒരു വലിയ പരിച കൊണ്ട് തടയുകയാണ് ചെയ്തത്. എന്നിട്ട് തൻ്റെ ഉടവാൾ ഊരിയെടുത്തിട്ട് സാത്വികിക്ക് നേരെ വലിച്ചെറിഞ്ഞു. ആ വാള് കറങ്ങിപ്പോയി സാത്വികിയുടെ വില്ലങ്ങ് മുറിച്ച് നിലത്തിട്ടു.
സാത്വികിയുടെ വില്ല് മുറിഞ്ഞ് നിലത്തിരുന്ന സമയത്ത് ജലസന്ധൻ അവിടെ നിന്ന് അട്ടഹസിക്കുകയായിരുന്നു. എന്നാൽ ക്രോധം അധികരിച്ച സാത്വികി അടുത്തത് ചെയ്തത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. സാത്വികി അടുത്തൊരു വില്ലെടുത്തു. ഈ വില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മരത്തിൻ്റെ കട്ടിയുണ്ടായിരുന്ന വില്ലെന്നാണ് പറയുന്നത്. അത്രത്തോളം വലിയൊരു വില്ലെടുത്തിട്ട് സാത്വികി 2 അസ്ത്രങ്ങളെടുത്ത് ജലസന്ധനെ നേരെ അയച്ചു. എല്ലാവരും നോക്കി നിൽക്കവേ ഗത പോലത്തെ ജലസന്ധൻ്റെ 2 കൈകളും സാത്വികി അറുത്തു നിലത്തിട്ടു. എന്നിട്ട് അടുത്ത ഒരു അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ചിട്ട് സാത്വികി വലിച്ചു വിട്ടു. എല്ലാവരും നോക്കി നിൽക്കവേ ജലസന്ധൻ്റെ തല സാത്വികി അങ്ങ് തെറിപ്പിച്ചു. എന്നിട്ട് ജലസന്ധൻ്റെ ആനയെയും സാത്വികി മർദ്ദിച്ചു. ഇത് കണ്ടപ്പോഴത്തേക്കും ചുറ്റിനും നിന്നിരുന്ന യോദ്ധാക്കളെല്ലാവരും ഭയന്നോടി. എന്നാൽ അവിടെ സാത്വികിയുടെ മുന്നിൽ നിന്ന ഒരൊരാളെ സാത്വികി വെറുതെ വിട്ടില്ല. എല്ലാ എണ്ണത്തിനെയും വധിച്ചു മുടിച്ചു കൊണ്ടിരുന്നു സാത്വികി. അങ്ങനെ ഈ സേനകളെല്ലാം ചിന്നിച്ചിതറി ഓടിച്ചതിന് ശേഷം സാത്വികി വീണ്ടും തൻ്റെ രഥത്തെ മുന്നോട്ടേക്ക് നയിച്ചു. അങ്ങനെ ആ രഥം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തൻ്റെ മുന്നിലുള്ള എല്ലാ സേനകളെയും നശിപ്പിച്ച് സാത്വികി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് സാത്വികിയെ ആക്രമിക്കുവാനായി മറ്റ് ചില രഥങ്ങൾ അവിടെ വട്ടം ചുറ്റി കയറി നിന്നു. സാത്വികി നോക്കിയപ്പോൾ അതാരുമല്ലായിരുന്നു, സാക്ഷാൽ ദ്രോണാചാര്യരും ചില കൗരവ രാജകുമാരന്മാരും ദുര്യോധനനുമായിരുന്നു. അങ്ങനെ ദ്രോണാചാര്യർ, ചിത്രസേനൻ, വികർണൻ, ദുർമർഷണൻ, ദുസ്സഹൻ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് സാത്വികിക്ക് നേരെ അസ്ത്രങ്ങൾ എയ്തു. ആ അസ്ത്രങ്ങളിൽ നിന്നെല്ലാം സാത്വികി ഒഴിഞ്ഞു മാറി. ചില അസ്ത്രങ്ങൾ സാത്വികിയുടെ ദേഹത്ത് മുറിവുണ്ടാക്കുന്നു. വരുന്ന അസ്ത്രങ്ങളെ വായുവിൽ വെച്ച് തന്നെ സാത്വികി മുറിച്ചിടുന്നു. എന്നിട്ട് തൻ്റെ എതിരെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നേരെ ഒരാൾക്ക് 5 അസ്ത്രങ്ങൾ എന്നുള്ള രീതിക്ക് സാത്വികി അട്ടഹസ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു പരിപാടി സാത്വികി ചെയ്തു. എല്ലാവരുമായി അസ്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുര്യോധനനെ നോക്കി അസ്ത്രം വലിച്ചങ്ങ് വിട്ടു. ആ അസ്ത്രം ദുര്യോധനൻ്റെ മർമ്മം പിളർന്നു. ദുര്യോധനൻ ഇങ്ങനെ പിറക്കോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ദുര്യോധനൻ്റെ കയ്യിലുള്ള വില്ലും മുറിച്ചു കളഞ്ഞു. ഈ വേദനയുടെ ആഘാതത്തിൽ ദുര്യോധനൻ ഇങ്ങനെ പിറക്കോട്ട് പോയി ഒരു രഥത്തിൽ പിടിച്ചിങ്ങനെ നിന്ന സമയത്ത്, ബോധം പോകുമെന്നുള്ളൊരവസ്ഥയിൽ നിന്ന സമയത്ത് ചുറ്റിനുമുള്ള ആളുകൾ പരിഭ്രമിച്ചു. കാരണം കൗരവ രാജാവിനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് സാത്വികി എത്തിച്ചത്. അങ്ങനെ എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുന്നു. സാത്വികിയുടെ മുഖത്ത് വിജയത്തിൻ്റെ ഒരു മനോഭാവവും വരുന്നത് കണ്ടപ്പോഴത്തേക്കും ദുര്യോധനന് ദേഷ്യം കൂടി. ദുര്യോധനൻ ഉടനെ തന്നെ മറ്റൊരു വില്ലെടുത്തിട്ട് വീണ്ടും സാത്വികിയെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കാൻ അങ്ങ് ഒരുങ്ങുകയാണ്. ക്ഷണനേരം കൊണ്ട് സാത്വികിയെ ദുര്യോധനൻ അസ്ത്രങ്ങൾ കൊണ്ട് മൂടുകയുണ്ടായി. പരസ്പരം അസ്ത്രങ്ങൾ അയച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മുറിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ സമയത്ത് സാത്വികിയുടെ ക്രോധം ഒരു അളവ് വിട്ടങ്ങ് പോവുകയും വീണ്ടും സാത്വികി അങ്ങോട്ടേക്ക് അസ്ത്രമയച്ചു. എന്നാൽ ഇപ്രാവശ്യം ദുര്യോധനനിട്ട് നല്ല പണി കൊടുക്കണം എന്ന രീതിക്ക് തന്നെയാണ് സാത്വികി അസ്ത്രമയച്ചത്. സാത്വികി ദുര്യോധനൻ്റെ സാരഥിയെ വധിച്ചു. ദുര്യോധനൻ്റെ വില്ല് മുറിച്ചു, കൊടി തെറിപ്പിച്ചു കളഞ്ഞു, കുട തെറിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ആ രഥത്തിനിട്ട് നല്ലൊരു പണിയും കൊടുത്തു. ഇതായപ്പോഴത്തേക്കും ദുര്യോധനന് ഭയമായി. ദുര്യോധനൻ ഉടനെ തന്നെ ആ രഥത്തിൽ നിന്നിറങ്ങി തൻ്റെ ഒരു സഹോദരൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് പലായനം ചെയ്തു. എന്നിട്ട് സാത്വികി അടുത്തുള്ള മറ്റാരെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, രാജാവിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തണമല്ലോ. അപ്പോൾ അവരുടെ തടസ്സം സാത്വികിയുടെ മുന്നിൽ നിന്ന് മാറി. ഈ സമയത്ത് ഇവിടെ എല്ലാവരുടെയും ഈ ഒരു നിലവിളി ശബ്ദം പുറത്തു നിൽക്കുന്ന കൃതവർമാവ് കേട്ടു. കൃതവർമാവ് ഇങ്ങ് ഉള്ളിലോട്ട് കയറി വന്നു. ഉള്ളിലോട്ട് കയറി വന്നിട്ട് സാത്വികിയുമായിട്ട് ഇപ്പോൾ കൃതവർമാവ് പോരാടി തുടങ്ങി. ഇവരുടെ പോരാട്ടമെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, പരസ്പരം 2 കൂട്ടർക്കും അവരുടെ ശക്തികൾ അറിയാം. അപ്പോൾ കൃതവർമാവ് വരുന്നത് കണ്ടുടനെ തന്നെ സാത്വികി തൻ്റെ സാരഥിയോട് പറഞ്ഞതോ, കൃതവർമാവ് വരുന്നുണ്ട്, അവൻ എന്തോരും ശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, വാ നമുക്ക് അവനുമായിട്ട് പോരാടാം. അങ്ങനെയാണ് പറഞ്ഞത്. 2 കൂട്ടർക്കും പരസ്പരം അവരുടെ ശക്തി എന്താണെന്നറിയാം. അങ്ങനെ പരസ്പരം ഭയാനകമായിട്ടുള്ള രീതിക്ക് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സാത്വികിക്ക് തൻ്റെ മുന്നിലുള്ള ഒരൊറ്റ ലക്ഷ്യം, അർജുനൻ പോയ പാതയിലൂടെ പോവുക എന്നൊരു ലക്ഷ്യം മാത്രമേ സാത്വികിയുടെ മുന്നിലുള്ളൂ. മുന്നിൽ നിൽക്കുന്നത് ബന്ധുവാണ്, മറ്റൊരാൾ അങ്ങനത്തെ ചിന്ത ഒന്നും തന്നെയില്ല. ഈ ഒരു ആക്രമണത്തിനിടയിൽ കൃതവർമാവ് സാത്വികിയുടെ കുതിരകൾക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ച് അവരെ മുറിപ്പെടുത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, തൻ്റെ മുന്നിലൊരു വലിയ ദൗത്യം ചെയ്യാനുണ്ടല്ലോ, അർജുനൻ പോയ പാതയിൽ തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാത്വികി പെട്ടെന്ന് ഈ പരിപാടി തീർക്കാനായിട്ട് കൃതവർമാവിന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. കൃതവർമാവിൻ്റെ കുതിരകളെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു, സാരഥിയെ പ്രഹരിച്ചു. എന്നിട്ട് ഒന്നിനു പുറകെ ഒന്നായി കൃതവർമാവിൻ്റെ ദേഹത്തേക്ക് അസ്ത്രങ്ങൾ അയച്ചു. അത് ചട്ടയിലേക്ക് തറച്ചു. എന്നിട്ട് കാലദണ്ഡം പോലെ തോന്നിക്കുന്ന, യമദണ്ഡം പോലെ തോന്നിക്കുന്ന ഒരു ഭയാനകമായിട്ടുള്ളൊരു അസ്ത്രമെടുത്ത് സാത്വികി കൃതവർമാവിന് നേരെ പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. ആ അസ്ത്രം കൃതവർമാവിനെ കൊള്ളേണ്ട രീതിക്ക് കൊള്ളിച്ചു. കൃതവർമാവിൻ്റെ ബോധമെല്ലാം പകുതി പോയിട്ട് ആ ഒരു രഥത്തിൽ കൃതവർമാവ് മുട്ടുകുത്തിയങ്ങിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ബോധം പോയൊരവസ്ഥയിലിരുന്നു. എണീക്കാൻ നോക്കി പറ്റുന്നില്ല. ആ ഒരു ബോധം പോയ അവസ്ഥയിൽ ക്ഷീണിച്ച് തൻ്റെ രഥത്തിൻ്റെ തേർത്തട്ടിൽ കൃതവർമാവ് വരുന്നു. ഈ സമയത്ത് സാത്വികി വീണ്ടും രഥം ചുറ്റിച്ച് കറക്കി തിരിച്ച് നേരെ വ്യൂഹത്തിലേക്ക് പോവുകയാണ്. വ്യൂഹം എന്ന് പറയുമ്പോഴത്തേക്കും സ്വയം ആ പടയുടെ നടുക്കോട്ട് സാത്വികി കയറി ചെല്ലുന്നു. സാത്വികി ഒരു ക്ഷമയുമില്ലാതെ ചുറ്റിനും ഇങ്ങനെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്താ പറയുക, പോണ വഴിയിൽ കാണുന്ന യോദ്ധാക്കളെയെല്ലാം വധിച്ചു മുട്ടിച്ചു കൂട്ടിക്കൊണ്ടാണ് സാത്വികി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല ആയുധങ്ങൾ എടുത്തിട്ടൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അന്നേ വരെ യുദ്ധഭൂമി കാണാത്തൊരു സാത്വികി എന്ന് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ പൊക്കോണ്ടിരുന്ന വഴിയിൽ വീണ്ടും ദ്രോണാചാര്യർ വന്ന് വഴിമുടക്കി സാത്വികി. എന്നിട്ട് ദ്രോണാചാര്യർക്കും സാത്വികിക്കും ഇടയിൽ അടുത്ത റൗണ്ട് പോരാട്ടം. ഇത് 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ റൗണ്ടാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഇവർ രണ്ടുപേരും പോരാടുമ്പോൾ രണ്ടുപേരും പരസ്പരം ഭയങ്കര ക്രൗര്യത്തോടു കൂടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ സാത്വികി വന്നിട്ട് ദ്രോണരുടെയും ശിഷ്യനാണ്, ദ്രോണർ സാത്വികിയുടെ ഗുരുവാണ്. അവർ രണ്ടുപേരും അതൊന്നും ആലോചിക്കുന്നില്ല, ഭയാനകമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ദ്രോണർ സാത്വികിയുടെ നെറ്റിത്തടത്തിലൊരു അസ്ത്രം അങ്ങ് കൊള്ളിച്ചു. അടുത്ത നിമിഷം ദ്രോണർക്ക് നേരെ സാത്വികി തൻ്റെ അസാമാന്യ കൈവഴക്കത്തിൽ അസ്ത്രങ്ങൾ അയച്ചു. ഈ കൈവഴക്കം കണ്ടിട്ട് ദ്രോണരൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വീണ്ടും ഇവർ പരസ്പരം ആക്രമിച്ചു കൊണ്ടിരുന്ന സമയത്ത് സാത്വികി ദ്രോണരുടെ സാരഥിക്ക് നേരെ എണ്ണമറ്റ അസ്ത്രങ്ങൾ അയച്ചു. എന്നിട്ട് പിന്നീട് ദിശ മാറ്റി ദ്രോണർക്ക് നേരെയും അസ്ത്രം അയച്ചു. ഈ ഒരു ഗ്യാപ്പിൽ ദ്രോണര് ഒരസ്ത്രം അയച്ച് സാത്വികിയുടെ വില്ലങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ദ്രോണര് സാത്വികിയുടെ രഥത്തിലോട്ടും അതുപോലെ കൊടിയിലേക്കും അസ്ത്രം ചെയ്ത് കയറ്റി. ഈ സമയത്ത് ദേഷ്യം വന്ന സാത്വികി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗദ എടുത്തിട്ട് ദ്രോണർക്ക് നേരെ വലിച്ചു നിറഞ്ഞു. ഈ ഗദ അടുത്തെത്തുന്നതിന് മുമ്പേ അതിനെ അസ്ത്രം ചെയ്ത് മുറിച്ചിടണം. അതുകൊണ്ട് ഗദ വരുന്നതിനനുസരിച്ച് ദ്രോണരെ പല അസ്ത്രങ്ങൾ ഈ ഗദയ്ക്ക് നേരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ സാത്വികി അടുത്ത വില്ലെടുത്തിട്ട് ദ്രോണരുടെ മർമ്മഭാഗത്തേക്ക് അസ്ത്രങ്ങൾ ചെയ്ത് കയറ്റി. ഇങ്ങനെ ദ്രോണരെ പ്രഹരിച്ചതിന് ശേഷം സാത്വികി അവിടെ നിന്നുകൊണ്ട് അട്ടഹസിക്കുകയുണ്ടായി. ഇത് സഹിക്കാനാകാതെ ദ്രോണർ ദേഷ്യത്തോടുകൂടി തൻ്റെ വില്ലെടുത്തിട്ട് ഒന്നിലേറെ അസ്ത്രങ്ങൾ സാത്വികിക്ക് നേരെ അയച്ചു. അതിൽ അർദ്ധചന്ദ്ര രൂപത്തിലുള്ള അസ്ത്രം വന്ന് സാത്വികിയുടെ വില്ലും മുറിച്ചു കളഞ്ഞു. 2-3 അസ്ത്രങ്ങൾ വന്ന് സാത്വികിയുടെ സാരഥിയുടെ ദേഹത്ത് തറച്ച് ആ സാരഥിയുടെ ബോധവും പോയി. അങ്ങനെ രഥത്തിന് നിയന്ത്രണമില്ലാതെ വട്ടം ചുറ്റി തുടങ്ങുന്ന ആ സമയത്ത്, കാരണം ഈ രഥം ഇങ്ങനെ അനക്കിക്കൊണ്ടാണ് ഇവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്, വട്ടം ചുറ്റി കയറി തിരിച്ചിറങ്ങി കറങ്ങി അങ്ങനെയൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാരഥിക്ക് ബോധം പോയ ഈ സമയത്ത്, രഥത്തിൻ്റെ നിയന്ത്രണം വിട്ട സമയത്ത് സാത്വികി അമാനുഷികമായിട്ടുള്ളൊരു പരിപാടി കാണിച്ചു. തൻ്റെ കയ്യിൽ ആയുധമില്ല. സാത്വികി ഉടനെ തന്നെ അടുത്ത വില്ല് തൻ്റെ കാലുകൊണ്ട് ചവിട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് സാത്വികിയുടെ സാരഥിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് വന്ന കടിഞ്ഞാണിൽ പിടിച്ച് സാത്വികി ഒരേ നിമിഷം തൻ്റെ രഥം നിയന്ത്രിക്കുകയും ദ്രോണരുമായി പോരാടുകയും ചെയ്തു. ഇത് കണ്ട് ചുറ്റിനും നിൽക്കുന്ന ആളുകൾ അത്ഭുതത്തിലിങ്ങനെ കൈകളിങ്ങനെ വെച്ചിങ്ങനെ നിന്നെന്നുള്ളതാണ്. അങ്ങനെ ഈ രഥം ചുറ്റിച്ച് സാത്വികി കിട്ടിയ ഗ്യാപ്പിൽ ദ്രോണരുടെ സാരഥിയുടെ ദേഹത്തേക്ക് അസ്ത്രമേത് കയറ്റി ദ്രോണരുടെ സാരഥിയെ വധിച്ചു. അങ്ങനെ ദ്രോണരുടെ കുതിരകൾക്ക് നിയന്ത്രണമില്ലാതെ ആ രഥവും കൊണ്ട് പോയ സമയത്ത് ചുറ്റിനുമുള്ള ആളുകൾ ദ്രോണരെ പിടിക്കാനായിട്ട്, ദ്രോണരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിറക്കേ പോയി. ഈ ഗ്യാപ്പിൽ സാരഥിക്ക് ബോധം വന്നു. സാരഥിയുടെ കയ്യിലേക്ക് കടിഞ്ഞാണ് കൊടുത്തു. സാത്വികി അടുത്ത ദിശയിലേക്ക് അസ്ത്രങ്ങൾ ചെയ്ത് ഈ രഥം ചുറ്റിച്ച് കയറ്റിക്കൊണ്ടങ്ങ് പോയി. ദ്രോണര് സാത്വികിയെ ആക്രമിക്കാനായിട്ട് തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും അവിടെ പാണ്ഡവരുടെ അട്ടഹാസം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എന്താണ്, ഈ വ്യൂഹത്തിൻ്റെ ഫ്രണ്ട് ഭാഗം പല ദിശയിലേക്ക് തകർന്നു തുടങ്ങി. അങ്ങോട്ടേക്ക് പാണ്ഡവർ കയറി തുടങ്ങി. അപ്പോൾ ദ്രോണര് മുന്നിൽ പോയി വീണ്ടും ഈ വ്യൂഹം അവിടെ പിടിച്ചു നിർത്തിയേ പറ്റുള്ളൂ. ദ്രോണർക്ക് ഒരു നിർവാഹവും ഇല്ലാതെ മുന്നിൽ പോയി വ്യൂഹം നിയന്ത്രിക്കാൻ പോയി. സാത്വികി വീണ്ടും വ്യൂഹത്തിൻ്റെ ഉള്ളിലോട്ട് പോയി. ഈ പോണ പോക്കിൽ സാത്വികിയുടെ മുന്നിലെത്തിയ സുദർശനൻ എന്നൊരു ക്ഷത്രിയനുമായി പോരാടി ആ ക്ഷത്രിയനെയും കൂടെ സാത്വികി വധിച്ചതിന് ശേഷമാണ് വ്യൂഹത്തിന് ഉള്ളിലേക്ക് പോയത്. വ്യൂഹത്തിന് ഉള്ളിലേക്ക് പോയിട്ട് സാത്വികി ഒന്ന് ചിരിക്കുകയുണ്ടായി. എന്നിട്ട് തൻ്റെ സാരഥിയോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇന്ന് വെറും നിമിത്തം മാത്രമാണ്. നമ്മൾ ഈ വധിച്ച ആളുകളുണ്ടല്ലോ, അവരെല്ലാം ഇപ്പം തന്നെ ഇതിനു മുന്നേ തന്നെ കൃഷ്ണാർജുനന്മാരാൽ വധിക്കപ്പെട്ട ആളുകളാണ്. അതായത് കൃഷ്ണൻ്റെയും അർജുനൻ്റെയും പ്രഹരം കാരണം ഓൾറെഡി ഭയപ്പെട്ടു നിന്നവരെ സാത്വികി വധിച്ചു എന്നാണ് സാത്വികി ഉദ്ദേശിച്ചത്. ഇങ്ങനെ പറയാൻ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. സാത്വികിയുടെ രഥം ഇങ്ങനെ ഉള്ളിലോട്ട് പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കും ചുറ്റിനും പ്രകമ്പനം കൊള്ളിക്കുന്നൊരു ശബ്ദം ഇങ്ങനെ ഇടവിട്ടിടവിട്ട് അതിവേഗതയെ കേട്ടുകൊണ്ടിരുന്നു. എന്താണ്? ഗാന്ധീവത്തിൻ്റെ ഞാണൊലി സാത്വികി കേട്ടു തുടങ്ങി. സാത്വികി ഇങ്ങനെ കയറിപ്പോയപ്പോഴത്തേക്കും ദുര്യോധനൻ, ദുശാസനൻ, ദുർമർഷനൻ, ദുർമുഖൻ, വിവിംശതി, ചിത്രസേനൻ, ശകുനി ഇവരെല്ലാവരും കൂടെ വന്ന് വളഞ്ഞത്. ഇവർ കൂട്ടത്തോടെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സാത്വികിയെ. ആ ആക്രമണത്തെയെല്ലാം സാത്വികി ചെറുത്തു നിർത്തുന്നുണ്ട്. എണ്ണമറ്റ ശരങ്ങൾ ഇവർ സാത്വികിക്ക് നേരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയവും ഒരാൾക്ക് 5 ശരങ്ങൾ വീതം സാത്വികി അവരുടെ നേരെ എയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ശകുനിയുടെ വില്ല് മുറിക്കുന്നുണ്ട്, ശകുനിയുടെ കൈയുറകൾ മുറിച്ചു കളയുന്നുണ്ട്, ദുര്യോധനൻ്റെ ചട്ടയുടെ നടുക്ക് ഭാഗത്തേക്ക് അസ്ത്രമേത് കയറ്റുന്നുണ്ട്. ഇവരതുപോലെ തിരിച്ചും സാത്വികിയെ ആക്രമിക്കുന്നു. ഇവരും ഇവരുടെ സൈന്യത്തിനെയും സാത്വികി അവിടെ തടഞ്ഞു നിർത്തി പോരാടുന്നത് പോലെയായിരുന്നു. എന്നിട്ട് സാത്വികി വീണ്ടും ഒരാൾക്ക് 5-6 അസ്ത്രങ്ങൾ വീതം ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. സാത്വികിക്ക് മനസ്സിലായി നിൽക്കാൻ സമയമില്ല, ഉള്ളിലോട്ട് പോകണം. അതുകൊണ്ട് എന്ത് ചെയ്തു? സാത്വികി ദുര്യോധനൻ്റെ സാരഥിയെ വധിച്ചു. നിയന്ത്രണമില്ലാതെ ദുര്യോധനനെയും കൊണ്ട് ആ രഥം ഇങ്ങനെ വട്ടം ചുറ്റി പോകുന്നത് കണ്ടപ്പോൾ മറ്റ് സഹോദരന്മാർക്കും ശകുനിക്കും
കൗരവ രാജാവിനെ സംരക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അവരുടനെ തന്നെ രഥം തിരിച്ച് ദുര്യോധനൻ്റെ പിന്നാലെ പോയി, ദുര്യോധനൻ്റെ രഥം പിടിച്ചു കെട്ടാനായിട്ട്. ഈ സമയത്ത് സാത്വികി വീണ്ടും അർജുനൻ പോയ പാതയിലേക്ക് അതിഭയാനകമായ രീതിയിൽ പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച അവിടെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൗരവ പടയാളികൾ ആരും തന്നെ സാത്വികയെ ആക്രമിക്കുന്നില്ല. അവർ ബഹുമാനത്തോടുകൂടി ആ ഒരു മഹായോദ്ധാവിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അവർ ആ ഒരു മഹായോദ്ധാവിനെ ബഹുമാനിക്കുന്നു. രഥത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന സാത്വികയെ അവരവരുടെ വാളുകൾ ഉയർത്തി ഇങ്ങനെ ബഹുമാനം സൂചിപ്പിക്കുന്നു. എന്താ പറയുക, ഒരു യോദ്ധാവ് മറ്റൊരു യോദ്ധാവിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെ അവർ ഒരു അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നു. ഈ യോദ്ധാവിനെയാണ് പല മഹാഭാരത കഥകളിലും മോഡേൺ ഐട്രേഷൻസിലും സീരീസുകളിലുമെല്ലാം ആളുകൾ ഒഴിവാക്കിയത്, ഈ യോദ്ധാവിനെ. അതുമാത്രമല്ല, കൗരവപക്ഷത്തിൽ കുറഞ്ഞത് 15 ലക്ഷം സൈനികരെ വെച്ചിട്ടാണ് ഈ വ്യൂഹം കെട്ടി നിൽക്കുന്നത്. അത്രത്തോളം ആളുകളുടെ ഇടയിലോട്ടാണ് സാത്വികി ഒറ്റയ്ക്ക് കയറിപ്പോയിട്ട് ഈ പരിപാടികൾ അത്രയും കാണിച്ചത്. ഇതിനൊക്കെ പുറമെ അഷ്ടദിഗ്ഗജങ്ങളുടെ പിൻഗാമികളായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഗജങ്ങളെ സാത്വികി വധിച്ചു. അതുപോലെ തന്നെ കൗരവപക്ഷത്തിലുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള കുതിര സൈന്യത്തിനെ സാത്വികി അവിടെ തകർത്ത് തരിപ്പണമാക്കി. ഒരുപാട് ദേശത്തു നിന്ന് വന്നിട്ടുള്ള യോദ്ധാക്കളെ, എന്തിനേറെ പറയണം, പണ്ട് സംശപ്തകന്മാരെന്നും പറഞ്ഞൊരു കൂട്ടർ ഇറങ്ങിയല്ലോ, സ്പെഷ്യൽ യൂണിറ്റ്, ഒരിക്കലും പിറക്കോട്ട് പോകത്തില്ല എന്നും പറഞ്ഞൊക്കെ സത്യം ചെയ്തൊരു കൂട്ടരുണ്ടല്ലോ. അവരിലുണ്ടായിരുന്ന ബാക്കി ആളുകളുണ്ടല്ലോ, അവർ സാത്വികയെ ആക്രമിക്കാൻ വന്ന അവരിലുള്ള കുറേ എണ്ണത്തിനെയും സാത്വികയെ അങ്ങ് തീർത്തു. അങ്ങനെ ഈ ഒരു പോരാട്ടം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് തുടങ്ങിയ സമയത്ത് ദുശാസനന് ഭയമായി. ചുറ്റിനുമുള്ള ആളുകൾ ഇങ്ങനെ പിറക്കോട്ട് ഓടുന്ന കണ്ടപ്പോഴത്തേക്കും ദുശാസനൻ അവരെ എല്ലാവരെയും പിടിച്ച് നിർത്തി. നിങ്ങളൊക്കെ ഇത് എവിടെയാണ് പോകുന്നത്, അങ്ങോട്ട് ചെന്ന് പോരാടാൻ പറഞ്ഞു. പക്ഷെ അവരാരും നിന്നില്ല. അവർ സാത്വികി എന്ന് പറയുന്ന അഗ്നിയെ ഭയന്ന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഉടനെ തന്നെ ദുശാസനൻ ചുറ്റിനും നോക്കിയപ്പോഴത്തേക്കും മലകളിൽ താമസിക്കുന്ന യോദ്ധാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ യോദ്ധാക്കളടുത്ത് ചെന്നിട്ട്, മലയിൽ താമസിക്കുന്ന യോദ്ധാക്കളടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കല്ലുകൊണ്ട് പോരാടാൻ അറിയുന്ന ആളുകളല്ലേ, വലിയ വലിയ പാറക്കഷ്ണങ്ങൾ വെച്ചാണ് അവർ പോരാടുന്നത്. ആ പോരാട്ട രീതി നിങ്ങളുടെ അല്ലേ, കുരുവംശത്തിലുള്ള ആർക്കും ആ പോരാട്ട രീതി അറിയത്തില്ല. ഈ കല്ലുകൊണ്ട് പോരാടുന്ന പരിപാടിയായിട്ട് നിങ്ങൾ സാത്വികയുടെ മുന്നിൽ ചെന്നാൽ നിങ്ങളെ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് സാത്വികയെ വീഴ്ത്താൻ പറ്റും, നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോകും എന്നും പറഞ്ഞ് ദുശാസനൻ ഈ മലയോര പ്രദേശത്തിലുണ്ടായിരുന്ന യോദ്ധാക്കളെ അങ്ങോട്ടേക്ക് വിട്ടു. അവർ പോയ ഗ്യാപ്പിൽ ദുശാസനൻ അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി. ഇവർ ഈ വലിയ വലിയ പാറക്കഷ്ണങ്ങളുമായിട്ട് സാത്വികയെ ആക്രമിക്കാൻ വരുന്നു. അത് സാത്വികി കണ്ടു. സാത്വികി നോക്കിയപ്പോൾ വലിയ വലിയ പാറക്കഷ്ണങ്ങളുമായിട്ട് വരുന്നു. സാത്വികി ലെവലേശം ഭയന്നില്ല. ഉടനെ തന്നെ സാത്വികി അസ്ത്രങ്ങളെടുത്ത് മന്ത്രജപങ്ങൾ നടത്തി അസ്ത്രങ്ങൾ അങ്ങോട്ട് എയ്യാനൊരുങ്ങി. ഏകദേശം 3000 അസ്ത്രങ്ങളാണ് സാത്വികി അവിടെ സൃഷ്ടി ചെയ്തുകൊണ്ടിരുന്നത്. ആ 3000 അസ്ത്രങ്ങൾ ഈ കല്ലും കൊണ്ട് പോരാടാൻ വരുന്ന മലയോര പ്രദേശത്തെ യോദ്ധാക്കളുടെ മേലങ്ങ് വർഷിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന കല്ലുകളെല്ലാം തവിട് പൊടിയായി. കുറേ പേര് കല്ലുകൾ എടുത്ത് എറിഞ്ഞു സാത്വികിക്ക് നേരെ. ആ കല്ലുകളിൽ സാത്വികി അയക്കുന്ന അസ്ത്രങ്ങൾ വന്നിങ്ങനെ തട്ടി, എന്താ പറയുക, തീപ്പൊരികളുണ്ടായി. അവരുടെ കയ്യിലുണ്ടായിരുന്ന കല്ലുകളിൽ സാത്വികിയുടെ അസ്ത്രങ്ങൾ വന്ന് ഉരഞ്ഞ് അത് ഇടിച്ചു പൊട്ടിച്ചും തീപ്പൊരികളുണ്ടായി. അവിടെ തകർന്നു കിടന്നിരുന്ന രഥങ്ങളുടെയും മറ്റ് പടക്കോപ്പുകളുടെയും അവശിഷ്ടങ്ങളിലേക്ക് ആ തീപ്പൊരി വന്ന് തട്ടി അവിടെ ഒരു അഗ്നി അങ്ങ് രൂപപ്പെട്ടു. ആ അഗ്നി രൂപപ്പെട്ടപ്പോഴത്തേക്കും ഈ മലയോര പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള യോദ്ധാക്കൾ ഇങ്ങനെ പിറക്കോട്ട് നിന്നു. ആ അഗ്നി ഇങ്ങനെ മാറിയപ്പോൾ ആ അഗ്നിയെക്കാട്ടിയും വലിയൊരു അഗ്നി ഒരു രഥത്തിൽ നിന്നുകൊണ്ട് അവരെ ലക്ഷ്യമാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവർ കണ്ടത്. ആ ഒരു രഥത്തിൽ നിൽക്കുന്ന ആ ഒരു യോദ്ധാവ്, അയാളുടെ ആ കയ്യിൽ ഒരിക്കലും ഒരു അസ്ത്രമില്ലാതിരിക്കുന്നില്ല, അയാൾ ഒരിക്കലും ഞാൻ പിറക്കോട്ട് വലിക്കാതിരിക്കുന്നില്ല. അങ്ങനെ പ്രകടനങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ ഗർജിച്ചു. അയാൾ ഗർജിച്ച സമയത്ത് അയാളുടെ കൊടിയിലുണ്ടായിരുന്ന ആ സ്വർണ്ണ സടയുള്ള സിംഹം, ആ സിംഹമുള്ള കൊടി ഇങ്ങനെ പറക്കുന്നതും കൂടെ കണ്ടപ്പോൾ ഇയാളാണോ ഗർജിക്കുന്നത്, കൊടിയിലുള്ള സിംഹമാണോ ഗർജിക്കുന്നതെന്ന് അവർക്ക് സംശയം തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു പ്രകടനം. എന്നിട്ട് ഇവർ ദേഷ്യത്തോടെ വീണ്ടും അവരുടെ സർവ്വാവതുമെടുത്ത് സാത്വികിക്ക് നേരെ ആകാശമാർഗം വലിയ വലിയ പാറകഷ്ണങ്ങൾ വലിച്ചു നിറഞ്ഞു. സാത്വികി ആകാശത്തേക്ക് വീണ്ടും അസ്ത്രങ്ങളിങ്ങനെ എയ്ത് വിട്ടുകൊണ്ടിരുന്നു. വായുവിൽ വെച്ച് തന്നെ ഈ കല്ലുകളിലേക്ക് സാത്വികി അയക്കുന്ന അസ്ത്രങ്ങൾ വന്ന് തട്ടിക്കേറി അതെല്ലാം പല കഷ്ണങ്ങളായിട്ട് ഉൽക്കകൾ പോലെ ആകാശത്ത് നിന്ന് എറിഞ്ഞവന്മാരുടെ ദേഹത്ത് വന്ന് വീഴുന്നു. അവിടെ ഉണ്ടായിരുന്ന രഥസൈന്യത്തിലും കുതിരസൈന്യത്തിലും ഒക്കെ വന്ന് വീഴുന്നു. ദ്രോണാചാര്യർ ഈ ശബ്ദം കേട്ടുടനെ ദേഷ്യം വന്ന് കൈമുറുക്കി രഥത്തിലേക്ക് ഇടിച്ചതിന് ശേഷം സാരഥിയുടെ അടുത്ത് പറഞ്ഞു, ദ്രോണാചാര്യരുടെ സാരഥിയുടെ അടുത്ത് പറഞ്ഞു, സാരഥി, ആ ശബ്ദം കേട്ടോ, സാത്വികിയുടെ ക്രോധത്തിൻ്റെ ശബ്ദമാണത്. എനിക്കുറപ്പാണ് മലയോര പ്രദേശത്തിലുള്ള യോദ്ധാവുമായിട്ട് അവൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, ആ ശബ്ദമാണ് കേട്ടോണ്ടിരിക്കുന്നത്, അങ്ങോട്ടേക്ക് തിരിക്കേ എന്നും പറഞ്ഞ് ദ്രോണരിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? കൗരവ പടയാളികൾ ഇങ്ങനെ ഓടി ദ്രോണരുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ഈ കാലാൾ പടയാളികൾ ചുമ്മാതെ പോവുകയല്ല. ചിലവരുടെ ആയുധങ്ങൾ 2 കഷ്ണമായിട്ട് മുറിഞ്ഞിരിക്കുന്നു, ചിലവരുടെ കുന്തം 2 കഷ്ണമായിട്ട് മുറിഞ്ഞിരിക്കുന്നു, ചിലവരുടെ ഒരു കാൽഭാഗം പരിചയമുള്ളൂ, ചിലവരുടെ പടച്ചട്ട ഇങ്ങനെ ഊരി തറയിൽ കൂടെ ഇങ്ങനെ എഴിച്ചുകൊണ്ട് അവർ ഓടിക്കൊണ്ടുവരുന്നത്. അവരുടെ മുഖത്ത് ഭയം മാത്രം. അപ്പോൾ ഇവർ ഈ വരുന്ന ദിശയിലേക്ക് ദ്രോണർ ഇങ്ങനെയൊന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ സാത്യകി നിന്നിങ്ങനെ എഴുതുകൊണ്ടിരിക്കുന്നത് അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ദ്രോണർ കണ്ടത്. ദ്രോണർ ഉടനെ ദേഷ്യം വന്നിട്ട് വീണ്ടും കൈ മുറുക്കി രഥത്തിലിടിച്ചിട്ട് സാരഥി എന്ന് വിളിച്ചുടനെ തന്നെ ഈ സാരഥി തിരിച്ച് ദ്രോണരെടുത്ത് സംസാരിച്ചു. അല്ലയോ മഹാഗുരുവായ ദ്രോണാചാര്യരെ, ഇപ്പോൾ ഇമോഷണലായിട്ട് സംസാരിക്കേണ്ട സമയമല്ല, അങ്ങ് നല്ലതുപോലെ മനസ്സിരുത്തി ചിന്തിച്ചിട്ട് കാര്യം പറ, കാരണം അങ്ങോട്ടേക്ക് നോക്കിയെന്ന് പറഞ്ഞു. ദ്രോണർ കാണുന്നത് എന്തുവാ? സൈന്യത്തിൻ്റെ പടത്തലയ്ക്ക് ദൃഷ്ടദ്യുമ്നനും പാണ്ഡവരും സോമകരും പാഞ്ചാലരും എല്ലാം കൗരവപ്പടയുടെ വ്യൂഹത്തെ തകർത്തകത്തോട്ട് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഭയങ്കരമായിട്ടുള്ള പോരാട്ടങ്ങൾ അവരവിടെ നടത്തുന്നു. സ്വന്തം സൈന്യം ദ്രോണർ സർവ്വസൈന്യാധിപനായിട്ട് നിൽക്കുന്ന സൈന്യം തകർന്നു വീണുകൊണ്ടിരിക്കുന്ന ദ്രോണർ കാണുക. നോക്കിയപ്പോൾ അവിടെ നിന്ന് മറ്റുള്ള കൗരവപ്പടയാളികളും കൂടെ ഓടി വരുന്നത് ദ്രോണർ കണ്ടു. അപ്പോൾ ദുശാസനനല്ലായിരുന്നു ഇവരുടെയൊക്കെ തലവൻ, ഈ പടയുടെ തലവൻ ദുശാസനനല്ലായിരുന്നു എന്നും പറഞ്ഞ് ദ്രോണർ ദുശാസനനെ നോക്കിയപ്പോഴത്തേക്കും ദുശാസനൻ നേരത്തെ സ്കൂട്ടായതോ അപ്പുറത്തൊന്നും നിൽപ്പുണ്ട്. ഉടനെ തന്നെ ദ്രോണർ ദുശാസനൻ്റെ അടുത്ത് ദുശാസന എന്ന് ദേഷ്യപ്പെട്ട് വിളിച്ചു. ഇവിടെ ദ്രോണർ കൗരവന്മാരുടെ യുവരാജാവിനോട് സംസാരിക്കുന്ന പോലെയല്ല, തൻ്റെ ശിഷ്യനായിട്ടുള്ള ദുശാസനനെ ശകാരിക്കുന്ന പോലെയാണ് ദ്രോണർ സംസാരിക്കുന്നത്. അത്ര ദേഷ്യത്തിൽ ദ്രോണർ ഉറച്ച ശബ്ദത്തിൽ ദുശാസനനോട് ചോദിക്കുകയാണ്, ദുശാസന, ഇവരെല്ലാവരും ഇത് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ജയദ്രഥന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതുകൊട്ടെ ഈ പടയുടെ തലവൻ നീയല്ലേ, നീ എങ്ങോട്ടാ ഓടുന്നേ? നീ കൗരവരുടെ യുവരാജാവല്ലേ, നിന്റെ ചേട്ടൻ രാജാവല്ലേ, നീ ഒരു യോദ്ധാവല്ലേ, നീ എവിടെയാ ഓടിപ്പോകുന്നേ? എടാ, ഒറ്റ ഒരുത്തനുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓടാൻ തുടങ്ങിയാൽ കൊള്ളാമല്ലോ. എവിടെ പോയി നിന്റെ ആത്മവീര്യം? അന്ന് പകിട കളിച്ച സമയത്ത് പകിട എടുത്തപ്പോഴത്തേക്ക് നിന്റെ മുഖത്തുണ്ടായിരുന്ന ആ വീര്യവും ഇമോഷനും ഒക്കെ എവിടെ പോയി? കാണുന്നില്ലല്ലോ ഇപ്പോൾ. അന്ന് നിനക്ക് ഭയങ്കര വീര്യമായിരുന്നല്ലോ, ഇപ്പോൾ എവിടെ പോയി എന്ന് ദ്രോണർ ചോദിച്ചു. ദുശാസനൊരു അക്ഷരം മിണ്ടുന്നില്ല. എന്നിട്ട് ദ്രോണർ വീണ്ടും പറയാ, ഈ കാണുന്ന പരിപാടികളൊക്കെ കണ്ടോ? ഇതൊന്നും പകിട എടുത്തപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇതിനൊക്കെ ഉത്തരവാദി നീ ഒറ്റ ഒരുത്തൻ അവിടെ ആ പരിപാടികൾ കാണിച്ചുകൊണ്ടാണ് ഇതെല്ലാം കടന്ന് ഇവരെല്ലാവരും അനുഭവിക്കേണ്ടി വന്നത്. എന്നിട്ട് നീ ഓടുന്നാ? കൊള്ളാലോ നീ എന്നും പറഞ്ഞ് ദ്രോണർ ചോദിച്ചു. കൗരവരുടെ സൈന്യം ഓടിക്കൊണ്ടിരിക്കുന്നു. കൗരവരുടെ സൈന്യത്തിനൊരു രാജാവുണ്ട്, സുയോധനൻ. ആ സുയോധന് വളരെ ബലിഷ്ഠനായിട്ടുള്ളൊരു സഹോദരനുണ്ട്, ദുശാസനൻ. ആ ദുശാസനനായ നീ ഇപ്പം കിടന്ന് ഓടുന്നല്ലേ? എടാ, ഞാൻ ചോദിക്കട്ടെ, സാത്യകിയുടെ ഈ പോരാട്ടം കണ്ടിട്ട് നീ ഓടുന്നെങ്കിൽ നകുല സഹദേവന്മാർ നിന്റെ മുന്നിൽ വന്നാൽ നീ എന്തോ ചെയ്യും? ഗാന്ധീവധാരിയായിട്ടുള്ള അർജുനൻ നിന്റെ മുന്നിൽ വന്നാൽ നീ എന്തോ ചെയ്യും? ഭീമസേനൻ നിന്റെ മുന്നിൽ വന്നാൽ നീ എന്തോ ചെയ്യും എന്ന് ദ്രോണർ ചോദിച്ചു. അത് കേട്ടപ്പോൾ ദുശാസനൻ പതുക്കെ ദ്രോണരെ ഇങ്ങനെയൊന്ന് നോക്കി. ദ്രോണർ വീണ്ടും പറയുന്നു, അർജുനൻ്റെ കൂർത്തമൂർത്ത ശരങ്ങൾ വന്ന് കയറുന്നത് നിനക്ക് കാണണ്ടായെങ്കിൽ, ഭീമസേനൻ നിന്റെ പട തകർത്തുള്ളിൽ വന്ന് നിന്റെ സഹോദരന്മാരെ വീഴ്ത്തുന്നത് നിനക്ക് കാണണ്ടായെങ്കിൽ ഇപ്പോഴും സമയം താമസിച്ചിട്ടില്ല. പോയി യുധിഷ്ഠിരനുമായി സമാധാനം ചർച്ച ചെയ്തിട്ട് യുദ്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇപ്പോഴും സമയം താമസിച്ചിട്ടില്ല, ചെയ്യേണ്ട കാര്യം ചെയ്തോ. എന്നാൽ ഇപ്പോഴും നിനക്ക് സമാധാനത്തിന് താല്പര്യമില്ലെങ്കിൽ ആയുധം എടുത്തു പോയി പോരാടടാ എന്ന് പറഞ്ഞു ദ്രോണർ ദുശാസനെ എടുത്തിട്ട് അലക്കുക ചെയ്തേ അല്ലേ? ഭയങ്കരമായിട്ട് അലക്കുകയല്ലേ ചെയ്തത്. ദുശാസനൻ ഇങ്ങനൊരു സംസാരമേ ഉണ്ടായിട്ടില്ല എന്നൊരു ഇമോഷനോട് കൂടി, ഒരു വികാരമാറ്റവും ഇല്ലാതെ തൻ്റെ ആയുധമെടുത്ത് തൻ്റെ പടയേയും കൂട്ടി കുറേ സൈന്യത്തിനെയും കൂട്ടി നേരെ സാത്യകിയുടെ മുന്നിലോട്ട് ചെന്നു. അങ്ങനെ ദുശാസനൻ തൻ്റെ പടയുമായിട്ട് സാത്യകിയുടെ അടുത്ത് പോയ സമയത്ത് ദ്രോണർ സാരഥിയെടുത്ത് പറഞ്ഞ്, പടത്തലക്കിൽ പോ, ആ കയറി വരുന്നവന്മാരെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കട്ടെ, കുറേ എണ്ണത്തിനെയും കൊണ്ട് യുദ്ധം ചെയ്യുന്നു എന്നും പറഞ്ഞ് ദ്രോണർക്ക് അങ്ങോട്ട് നല്ല ദേഷ്യമായി. അങ്ങനെ ഈ സാരഥി ഈ ഒരു ദ്രോണരുടെ രഥം നേരെ അങ്ങ് മുന്നിൽ കൊണ്ടുപോയി. ദ്രോണർ പിന്നെ അങ്ങോട്ട് പോയിട്ട് എൻ്റെ പൊന്നെ ക്രൂരമായിട്ട് പോരാടുന്നതിൻ്റെ പരകോടി അവിടെ കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന പാഞ്ചാലരെയും സോമകരെയും സൃഞ്ജയരെയും എല്ലാം ദ്രോണർ തകർത്ത് വിട്ടുകൊണ്ടിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ദൃഷ്ടദ്യുമ്നൻ്റെ സഹോദരന്മാരായിട്ടുള്ള 4 പാഞ്ചാല രാജകുമാരന്മാർ, ചിത്രകേതു, ചിത്രവർമ്മൻ, ചിത്രരഥൻ, സുധന്വൻ, ഈ 4 പേരെ ദ്രോണരങ്ങ് വധിച്ചു. അങ്ങനെ ഈ 4 പാഞ്ചാല രാജകുമാരന്മാർ വീണത് കണ്ടപ്പോഴത്തേക്കും പാഞ്ചാലർ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. ഉടനെ ദൃഷ്ടദ്യുമ്നൻ്റെ കണ്ണിൽ ഇത് പെട്ടു. ദൃഷ്ടദ്യുമ്നനെ തൻ്റെ സഹോദരന്മാരിങ്ങനെ വീഴുന്ന കണ്ടപ്പോഴത്തേക്കും കണ്ണിന്ന് കണ്ണീരൊക്കെ വന്ന് കരഞ്ഞ് ദേഷ്യം വന്ന് ദൃഷ്ടദ്യുമ്നൻ ക്രോധത്തോടു കൂടി നേരെ ദ്രോണരുടെ അടുക്കിലേക്ക് പോയി. എന്നിട്ട് ദ്രോണരുമായിട്ടൊരു ഗംഭീര പോരാട്ടം നടത്തും. ഈ പോരാട്ടത്തിൽ ദൃഷ്ടദ്യുമ്നൻ്റെ അസ്ത്രപ്രയോഗത്തിൽ ദ്രോണർ ബോധം കെട്ട് വീഴുന്നുണ്ട്.
അങ്ങനെ ദ്രോണർ തൻ്റെ രഥത്തിൽ പകുതി ബോധം പോയി വീണ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ ആ ക്രോധമങ്ങാട്ട് അധികരിച്ചിട്ടുണ്ടല്ലോ, വില്ലെടുത്ത് രഥത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു ഉടവാൾ ഊരി കൈ പിടിച്ച് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ദ്രോണരുടെ രഥത്തിലേക്ക് കയറി. ഒരു വല്ലാത്ത അക്രമം. എന്നിട്ട് ദ്രോണരെ ആക്രമിക്കാനായിട്ട് ഈ വാളങ്ങ് ഓങ്ങിയ സമയത്ത് ദ്രോണർക്ക് ബോധം വന്ന് ദ്രോണർ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി കറങ്ങിത്തിരിഞ്ഞ് ആ രഥത്തിനുള്ളിൽ വെച്ച് തന്നെ ദ്രോണർ തൻ്റെ വില്ലെടുത്തു. എന്നിട്ട് 9 ഇഞ്ച് മാത്രം നീളമുള്ള അസ്ത്രം, വൈദസ്തിക എന്ന് പറയുന്ന അസ്ത്രമാണ്. ദ്രോണർക്ക് ഈ അസ്ത്രം പ്രയോഗിക്കാൻ അറിയാം. അടുത്തുള്ള ആളുകളെ 9 ഇഞ്ച് മാത്രം നീളമുള്ള അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കാൻ ദ്രോണർക്കറിയാം. 9 ഇഞ്ച് മാത്രമുള്ള ചെറിയ അസ്ത്രങ്ങൾ വെച്ച് പോരാടാൻ അറിയാം. അപ്പോൾ അടുത്തു നിന്ന് ദ്രോണർ കമ്പ് ചെയ്യാൻ പറ്റും. ആ 9 ഇഞ്ച് മാത്രം നീളമുള്ള അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ദ്രോണർ ദൃഷ്ടദ്യുമ്നനെ ക്ഷീണിപ്പിച്ചു. എന്നിട്ട് രഥത്തിൽ നിന്ന് ചവിട്ടി അങ്ങ് നിലത്തിട്ടു. ഉടനെ തന്നെ ദൃഷ്ടദ്യുമ്നൻ ഓടിപ്പോയി തൻ്റെ രഥത്തിലേക്ക് കയറിയിട്ട് ദ്രോണരുമായിട്ട് വീണ്ടും പോരാടുന്നു. ചുറ്റിനും നിന്ന പാഞ്ചാലർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ദൃഷ്ടദ്യുമ്നന് ദേഷ്യം വന്നാൽ ദ്രോണർക്ക് പിടിച്ചു നിർത്തുന്ന കാര്യം പാടാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന്. ദ്രോണർ ഇത് കേട്ടു. ദ്രോണർക്ക് സമയം കളയായില്ല. ദൃഷ്ടദ്യുമ്നനാണെങ്കിൽ ഭയങ്കരമായിട്ട് പോരാടുന്നു. ദ്രോണർക്ക് ഒരൊറ്റ മാർഗ്ഗമേ മുന്നിൽ കണ്ടുള്ളൂ. ദൃഷ്ടദ്യുമ്നൻ്റെ സാരഥിയുടെ തലയങ്ങ് തെറിപ്പിച്ച് കളഞ്ഞു ദ്രോണർ. എന്നിട്ട് അവിടെ നിന്ന് രഥം തിരിച്ച് മറ്റുള്ള ആളുകളുമായിട്ട് നേരിട്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് ദുശാസനൻ അവിടെ എത്തി സാത്വികയെ ആക്രമിക്കാൻ തുടങ്ങി. ദുശാസനൻ അസ്ത്രങ്ങൾ കൊണ്ട് സാത്വികയെ പൊതിയുന്ന സമയങ്ങളിൽ ആ അസ്ത്രങ്ങളെല്ലാം സാത്വികി ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച രീതിയിൽ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദുശാസനൻ അവിടെ വന്ന് പോരാടുന്ന സമയത്ത് സാത്വികി പല ദേശത്തെ ആളുകളെ ഇങ്ങനെ അവിടെ വീഴ്ത്തിയിട്ടേക്കുന്നത് ദുശാസനൻ കാണുന്നുണ്ട്. എന്നിട്ട് ദുശാസനനുമായിട്ട് പോരാടുന്നു. ഈ സമയത്ത് മറ്റേ സംശപ്തകന്മാരുണ്ടല്ലോ, ഇവർ സാത്വികയെ ആക്രമിക്കുന്നു. അവരിൽ കുറേ എണ്ണത്തിനെ സാത്വികി തീർക്കുന്നു. രഥങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിയുന്ന ശബ്ദം ചുറ്റിനും കേൾക്കുന്നു സാത്വികി നിൽക്കുന്നതിൻ്റെ. സാത്വികിയുടെ രഥം ചലിക്കുന്നതിനനുസരിച്ച് നാനാ ദിശകളിലോട്ട് ഇങ്ങനെ അസ്ത്രങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ കണ്ടിട്ട് ദുശാസനൻ ഒരുമാതിരി ക്രോധം നിറഞ്ഞൊരു അട്ടഹാസത്തിൽ സാത്വികയെ ആക്രമിച്ചു. എന്നിട്ട് ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും അസ്ത്രങ്ങൾ ചെയ്തു. സാത്വികി ഈ സമയത്ത് സമയമില്ല, അർജുനൻ്റെ അടുത്തെത്തണം. സാത്വികി ഉടനെ തന്നെ ചിരിച്ചുകൊണ്ട് ദുശാസനന് നേരെ അസ്ത്രങ്ങൾ ചെയ്ത് ദുശാസനൻ്റെ വില്ല് മുറിച്ചിട്ട് അർജുനൻ പോയ വഴിയിൽ അർജുനൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി. അങ്ങനെ സാത്വികി പൊക്കോണ്ടിരുന്ന സമയത്ത് ദുശാസനൻ സാത്വികിയെ പിറക്കെ നിന്ന് വിളിച്ചിട്ട് ഒരു വലിയ വേലെടുത്തെറിഞ്ഞു. ഈ വേല് സാത്വികി മുറിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും ദുശാസനനെ സാത്വികി ആക്രമിച്ചു. ദുശാസനൻ അടുത്ത വില്ലെടുത്ത് സാത്വികിയായിട്ട് വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് സാത്വികി നോക്കുന്നു, സമയം പൊക്കോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അർജുനൻ്റെ അടുത്തെത്തണം. അപ്പോൾ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദുശാസനൻ്റെ രഥചക്രം സംരക്ഷിച്ചവരെ സാത്വികി വധിച്ചു. ദുശാസനൻ്റെ കുതിരകളെ വധിച്ചു. ദുശാസനൻ്റെ സാരഥിയെ വധിച്ചു. ദുശാസനൻ്റെ രഥത്തിൻ്റെ പിന്നിൽ നിന്നവരെ വധിച്ചു. ദുശാസനൻ്റെ കൊടി 3 കഷ്ണങ്ങളാക്കി മുറിച്ചു കളഞ്ഞു. ദുശാസനൻ്റെ ധ്വജം വെച്ചിരുന്ന ആ ഒരു വടിയുണ്ടല്ലോ, ദണ്ഡം, അത് മുറിച്ചു കളഞ്ഞു. കുട തെറിപ്പിച്ച് കളഞ്ഞു. ദുശാസനൻ്റെ എന്താ പറയുക, വില്ലും മുറിച്ച് കളഞ്ഞു. കയ്യോറ മുറിച്ച് കളഞ്ഞു. കയ്യിലെ ചട്ടയുണ്ടല്ലോ, കയ്യിലെ ബ്രേസ്ലെറ്റ്, അതും പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെ അടങ്ങി നില്ലടാ എന്നുള്ള രീതിക്ക് സാത്വികി അവിടെ നിന്ന് നേരെ അർജുനൻ പോയ വഴിയിലേക്ക് നിമിഷ നേരം കൊണ്ട് കയറി അങ്ങ് പോയി. ദുശാസനൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചേ എന്നും പറഞ്ഞ് അവിടെ നീക്കുക ദുശാസനൻ. ഈ സമയത്ത് വ്യൂഹത്തിന് പുറത്ത് ദ്രോണരുടെ പ്രകടനം ഇത് പോരാഞ്ഞിട്ട് ദുര്യോധനൻ്റെ ഒരു പ്രകടനമുണ്ട്. എരച്ചു കയറി വരുന്ന പാണ്ഡവ സൈന്യത്തിലേക്ക് ദുര്യോധനൻ ഒരു മതയാനെ പോലെ ഇടിച്ചങ്ങ് കയറി. ദുര്യോധനൻ ഈ ഒരു സൈന്യത്തിൻ്റെ ഇടയിലോട്ട് ഇടിച്ച് കയറിയപ്പോഴത്തേക്കും ആ ഒരു പാണ്ഡവ സൈന്യത്തിനുണ്ടല്ലോ ഒരു ഇളക്കം സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ടാണ് ദുര്യോധനൻ പ്രഹരിച്ചത്. എന്നിട്ട് ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, നകുലൻ, സഹദേവൻ, യുധിഷ്ഠിരൻ, ഉപപാണ്ഡവന്മാർ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ മഹായോദ്ധാക്കൾക്ക് നേരെയും എണ്ണമില്ലാത്ത അസ്ത്രങ്ങളൊക്കെ ദുര്യോധനൻ എയ്തങ്ങ് കയറ്റി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പാണ്ഡവ സേനയെ ദുര്യോധനൻ ഇങ്ങനെ അസ്ത്രം ഇത് തകർത്തുകൊണ്ടിരിക്കും. ദുര്യോധനൻ ഒരുമാതിരി ഭ്രാന്തായ അവസ്ഥ, പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരവസ്ഥ ദുര്യോധനന്. അങ്ങനെ ദുര്യോധനൻ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരസ്ത്രം വന്ന് ദുര്യോധനൻ്റെ ബില്ലിലോട്ടങ്ങ് കയറി. ബില്ലിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു. അത് ആ അസ്ത്രം വന്ന ദിശയിലേക്ക് ദുര്യോധനൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ധർമ്മപുത്രര് യുധിഷ്ഠിരൻ ഇങ്ങനെ വില്ലിൽ നിന്ന് 2 അസ്ത്രങ്ങളും കൂടെ വിടുന്നതാകട്ടെ. യുധിഷ്ഠിരൻ 3 അസ്ത്രങ്ങൾ കൊണ്ട് ദുര്യോധനൻ്റെ വലിയ മരങ്ങണക്കത്തെ ഭയാനകമായിട്ടുള്ള ഒരു വലിയ വില്ല്, ആ വില്ലിനെ 3 കഷ്ണങ്ങളായിട്ട് മുറിച്ചു നിട്ടു. ആ ഗ്യാപ്പിൽ ദുര്യോധനനെ സഹായിക്കാനായിട്ട് ഇരച്ചു കയറി വരുന്ന സൈന്യത്തിൻ്റെ നടുക്കോട്ട് ഒരു തേജോമയനായിട്ടുള്ളൊരു വൃദ്ധൻ, ആര്, ദ്രോണർ നിൽക്കുന്ന രഥം വന്ന് കയറി. അവരെ എല്ലാത്തിനെയും കൂടെ ദ്രോണർ അങ്ങോട്ട് നേരിടാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ദുര്യോധനന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ദുര്യോധനനും അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് യുധിഷ്ഠിരൻ്റെ മനസ്സിലൊരു ചിന്ത, പോയ അനിയനെ കാണുന്നില്ല, അനിയൻ്റെ പിന്നാലെ പോയ സാത്വികയും കാണുന്നില്ല.
യുധിഷ്ഠിരൻ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഭാഗത്തൂടെ എൻ്റെ അനിയനൊന്ന് സുരക്ഷിതമായിട്ട് പുറത്തു വരുന്നൊന്ന് കാണാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ ഇങ്ങനെ ചുറ്റിനും നോക്കുക, അനിയനെ കാണുന്നില്ല. അപ്പോഴാണ് യുധിഷ്ഠിരന് മറ്റൊരു കാര്യം കൂടെ ഓർമ്മ വന്നത്. സാത്യകി അവൻ പോയിട്ട് അവൻ്റെ അനക്കവും ഇല്ലല്ലോ, അയ്യോ ഇതെന്ത് പറ്റി? അങ്ങനെ ചുറ്റിനും യുധിഷ്ഠിരൻ നിറകണ്ണുകളോടുകൂടി ഇങ്ങനെ നോക്കുക. ഒന്നാമത്തെ കാര്യം അനിയൻ, രണ്ടാമത്തെ കാര്യം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ. അപ്പോൾ യുധിഷ്ഠിരൻ്റെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്നു, ചക്രവർത്തി സാമ്രാട്ടായിട്ടുള്ള ഞാൻ ഒരാപത്ത് വന്നപ്പോൾ സ്വന്തം അനിയനെ മാത്രം രക്ഷിക്കാനേ ശ്രമിച്ചോളൂ. സാത്യകി പോയിട്ടും കുറച്ചു നേരം ആയല്ലോ, സാത്യകിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനായിട്ട് ഈ രാജാവായിട്ടുള്ള ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, അതെൻ്റെ ധർമ്മമല്ല, അത് അധർമ്മമല്ലേ. അർജുനൻ പോയതിന് പിന്നാലെ സാത്യകി പോയി, ഇനി സാത്യകി പോയതിന് പിന്നാലെ സാത്യകിയും അർജുനനെ നോക്കാനായിട്ട് ഞാൻ ആരെ വിടും ദൈവമേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എന്തോ ഇടിമുഴക്കം പോലൊരു ശബ്ദം അങ്ങ് കേട്ട്. അങ്ങോട്ടേക്ക് യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഭീമസേനൻ ഒരുത്തനെ തൂക്കിയെടുത്ത് എറിയുന്നതാണ് കണ്ടത്. യുധിഷ്ഠിരൻ ആശ്രയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറകണ്ണുകളോടുകൂടി ഭീമനെ നോക്കി. ഭീമസേനൻ പോരാട്ടത്തിൻ്റെ ക്രൗര്യം നിറഞ്ഞ മുഖത്തോടുകൂടി യുധിഷ്ഠിരനെയും നോക്കുന്നു. യുധിഷ്ഠിരനും ഭീമനും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അതെ, കൗരവരുടെ ആ ഒരു വ്യൂഹത്തിനുള്ളിലേക്ക് അർജുനനും സാത്യകിയും പോയ വഴിയിലൂടെ ഇനി കയറാൻ പോകുന്നത് ഭീമസേനനാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒറ്റയാൻ കാട് കയറുന്നത് പോലെ ഭീമൻ കയറാൻ പോവുക. ഇതുവരെ നടന്നതുപോലെയല്ല, ഇനിയാണ് നല്ല കരിങ്കൽ ഇടി കാണാൻ പോണത്. ബാക്കി അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ ദ്രോണാചാര്യർ സാത്യകി അർജുനൻ പോയതുപോലെ അകത്ത് കയറാനായിട്ട് വന്ന് നിന്നപ്പോഴത്തേക്ക് ഒരു ഡയലോഗ് പറഞ്ഞല്ലോ, നിൻ്റെ ഗുരുദേവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ തൊഴുത് വണങ്ങിയിട്ടാണ് കയറിപ്പോയത്, നീയും അതുപോലെ കയറിപ്പോണെങ്കിൽ കയറിപ്പോക്കോ, ഇല്ലെങ്കിൽ നീ ജീവനോടെ പോകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സാത്യകി ശരി ഞാനും അങ്ങനെ കയറിപ്പോയെന്ന് പറഞ്ഞ് കയറിപ്പോയില്ലേ. ഈ സെയിം ഡയലോഗ് ഭീമസേനൻ്റെ അടുത്ത് പറയും. ഭീമസേനൻ ആ സമയത്ത് ദ്രോണാചാര്യരും ആരും പ്രതീക്ഷിക്കാത്ത രീതിക്കാണ് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ